ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരായ മർദ്ദനക്കേസിൽ ADGP MR അജിത് കുമാറിന് കുരുക്ക്. കേസ് എഴുതിത്തള്ളാൻ അജിത് കുമാർ കേസ് ടയർ തിരുത്തിച്ചുവെന്ന് SITയുടെ കണ്ടെത്തൽ. ഇതിനായി 2024 വയനാട് ദുരന്തത്തെ മറയാക്കിയെന്നും റിപ്പോർട്ട്. മാധ്യമങ്ങൾ ദുരന്തം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ കേസ് അവസാനിപ്പിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥരെ 3 ദിവസം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്തിച്ചു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയിലും റിപ്പോർട്ടിലുമാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. അജിത് കുമാറിനെതിരെ DGPക്ക് റിപ്പോർട്ട് നൽകാൻ പ്രത്യേക സംഘം. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു കേൽക്കർ ഇന്ന് ചുമതലയേൽക്കും. അവധി ദിനത്തിൽ തന്നെ ചുമതല ഏറ്റെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ഡോക്ടർ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയാക്കിയതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം വിമർശനം ഉയർന്നിരുന്നു. CPM നേതാവ് P രാജീവ് അടക്കമുള്ളവർ നിയമനത്തിനെതിരെ രംഗത്തെത്തി. UDFനെ ജയിപ്പിച്ചതിലുള്ള ഉപകാരസ്മരണയാണെന്നാണ് ആരോപണം. നിയമനത്തിൽ രാഷ്ട്രീയമില്ലെന്നും രത്തൻ യു ഖേൽക്കർ കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥനാണെന്നും KPCC അധ്യക്ഷൻ. രത്തൻ യു ഖേൽക്കറുടെ നിയമനത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. ബംഗാളിൽ സമാനമായ നടപടി ഉണ്ടായപ്പോൾ വിമർശിച്ച കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ മറുപടിയില്ലേ എന്ന് BJP IT സെൽ മേധാവി അമിത് മാളവിയ ചോദിച്ചു. കോൺഗ്രസിന്റേത് ഇരട്ടത്താപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശിച്ചു. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം. മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 112 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. UDF സർക്കാർ അധികാരമേറ്റെടുത്ത് 6ാം നാളാണ് റോഷിക്കെതിരായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇടുക്കി വിജിലൻസ് DYSPക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റോഷി അമൃത ന്യൂസിനോട് പറഞ്ഞു. ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല എന്നും നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടെൻഡർ വിളിച്ചത് എന്നും റോഷി പറഞ്ഞു. സർക്കാരിന് ഒരു നഷ്ടവും ഉണ്ടാക്കുന്ന പദ്ധതി അല്ല എന്നും ലാഭത്തിന്റെ വിഹിതമല്ല വരുമാനത്തിന്റെ വിഹിതമാണ് സർക്കാരിന് ലഭിക്കുന്നത് എന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമന വിഷയത്തിൽ പ്രതികരണത്തിനില്ല എന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അതൊക്കെ ആഭ്യന്തര കാര്യമാണ്, മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല. ഇപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കാനാണ് ശ്രമം. വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. CBSE +2 മൂല്യനിർണ്ണയ പ്രതിസന്ധിയിൽ ഇടപെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ CBSEയിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് വകുപ്പ് അധികൃതർ നൽകുന്ന സൂചന. അതേസമയം പുനർമൂല്യനിർണ്ണയത്തിന് ഉത്തരപേപ്പറുകളുടെ പകർപ്പിന് അപേക്ഷിക്കേണ്ട സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ ഫീസ് അടച്ചിട്ടും നിരവധി വിദ്യാർത്ഥികൾക്ക് ഇനിയും ഉത്തരക്കടലാസിന്റെ പകർപ്പ് കിട്ടിയിട്ടില്ല എന്ന പരാതി വ്യാപകമാണ്. ടിനി ടോമിനെതിരെ അമ്മ സംഘടനയിൽ പരാതി നൽകി നടി നീന കുറുപ്പ്. അമ്മ കുടുംബസംഗമത്തിനിടെ ടിനി അപമാനിച്ചുവെന്നും പരസ്യമായി അസഭ്യവും അശ്ലീലവും പറഞ്ഞുവെന്നും പരാതി. ശാരീരികമായി ഭീഷണിപ്പെടുത്തിയെന്നും ആക്രമിക്കാൻ ശ്രമം നടത്തിയെന്നും നീന കുറുപ്പ് പരാതിയിൽ പറയുന്നു. പ്രശ്നങ്ങൾ അമ്മ സംഘടനയിൽ തന്നെ തീർക്കണം. ടിനിക്ക് എതിരെ പരാതി കൊടുക്കണമോ എന്ന് അൻസിബയ്ക്ക് ആദ്യം സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരാതി വൈകിയതെന്നും നീന പ്രതികരിച്ചു. ജമ്മുകശ്മീരിലെ രജൌരിയിൽ പിർപഞ്ചൽ വനമേഖലയിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി സുരക്ഷാസേന. RPG, AK-47 തോക്ക് ഉൾപ്പെടെ വൻ ആയുധശേഖരം പിടിച്ചെടുത്തിരിക്കുന്നു. സൈന്യവും ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയത്. മേഖലയിൽ കൂടുതൽ സേനാ വിന്യാസം നടത്തി ഭീകരരെ കണ്ടെത്താൻ പരിശോധന തുടരുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി സിന്ധു പരാതിക്കാരി ഏജന്റിന് അയച്ച ശബ്ദ സന്ദേശം പുറത്ത്. ഗുണ്ടകളെയും പോലീസിനെയും തനിക്ക് പരിചയമുണ്ടെന്നും നാട്ടിലാണെങ്കിലും ദുബൈയിലാണെങ്കിലും നല്ല ബന്ധങ്ങളുണ്ടെന്നുമാണ് സന്ദേശത്തിൽ പറയുന്നത്. പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നും സിന്ധു ഓഡിയോയിൽ വ്യക്തമാക്കുന്നു. അതേസമയം സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ലഭിച്ച 2 പരാതികളിൽ കൂടി പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. തൃശ്ശൂരിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. നാളെയും മഴ ശക്തമായി തുടരും. നാളെ 9 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോക്രോച്ച് പാർട്ടിക്കെതിരായ നീക്കങ്ങളിൽ പ്രതികരണവുമായി KC വേണുഗോപാൽ. വലിയ തോതിലുള്ള അസംതൃപ്തി രാജ്യത്ത് വളരുന്നു. രാജ്യത്തെ യുവാക്കളോട് അസഹിഷ്ണുത പാടില്ല എന്നും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണ് കാണുന്നത് എന്നും KC വേണുഗോപാൽ പറഞ്ഞു. IPL സൂപ്പർ 4ലെ 4ാമത്തെ ടീമിനെ ഇന്നറിയാം. ഇന്ന് 2 മത്സരങ്ങളാണ്. 3:30 മുംബൈ രാജസ്ഥാനെയും കൊൽക്കത്ത ഡൽഹിയെയും നേരിടും. ഇന്ന് ജയിക്കാനായാൽ രാജസ്ഥാൻ റോയൽസ് സൂപ്പർ 4ലെത്തും. തോറ്റാൽ പഞ്ചാബ് കിങ്സിനാണ് സാധ്യത.
ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.